ടിക്കറ്റ് എടുത്തു. This is my vlog. കരിമ്പ് ജ്യൂസ് കുടിച്ചു. പക്ഷെ അത്ര മധുരമില്ല കേട്ടോ. ഒരു കുഴപ്പമില്ല. 30 രൂപ. എനിക്കൊന്ന് കടയെല്ലാം ഓപ്പൺ ആവും. ஆண்கள் மற்றும் பெண்களுக்கான ஆடைகள் கிலோவிற்கு வெறும் 699 மட்டுமே. குழந்தைகளுக்கான ஆடைகள் கிலோவிற்கு வெறும் 799 மட்டுமே. ஹோல்சேல் விலையை விட குறைந்த விலை. ഞാൻ ഇവിടെ നിന്ന് കിളി പോയ പോലെ എനിക്ക് എവിടെ പോകണമെന്ന് അറിയണ്ട. പറയണം ബാഗ് കൊടുക്കണം എന്നുള്ളത്. ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന എന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇവിടെ ആരും സ്ഥലം തരത്തില്ല. സ്പേസ് ഉണ്ടെങ്കിലും അവരങ്ങോട്ട് നിറഞ്ഞു നിൽക്കും. മറ്റുള്ളവർക്ക് പോകേണ്ടതാണ്, വഴി വിട്ട് കൊടുക്കണം. ഓക്കെ, ഞാൻ ഇതിനാണ് സെല്ലോട്ടേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം. ഞാൻ എന്തൊക്കെ വാങ്ങേണ്ടതെന്ന് എഴുതാത്തതുകൊണ്ട് എനിക്ക് കണ്ടാലും മനസ്സിലാവട്ടെ. സോ സെർച്ച് ചെയ്ത് എന്താ വേണ്ടത് ഞാൻ കണ്ടുപിടിക്കും. ഞാനിവിടെ വന്നിട്ട് സിംപ്ലി വേസ്റ്റിംഗ് മൈ ടൈം. ഞാൻ വന്ന സാധനം എവിടെ, വാങ്ങിക്കാൻ വന്ന സാധനം എവിടെയാണെന്ന് ഈ അറിഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ല. കാണിച്ചില്ല, അവരവിടെ ക്യാമറ വാങ്ങിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ബാഗ് വാങ്ങിക്കാൻ പോവാണ്. ഇരുട്ടായിട്ടോ. ഓക്കെ, ഈ സെറ്റിനെല്ലാം ഇവിടെ വെറും 300 rupees ഉള്ളു. ഈ 3 സെറ്റ് ഇങ്ങനെ, ഈ 3 കൂടി എടുക്കണമെങ്കിൽ 300 rupees. എല്ലാത്തിനും സെയിം റേറ്റ്. അങ്ങനെ നിറയുണ്ട്. ഇവിടെ ഉണ്ട്. നല്ല കമ്മിയാണ്. മിക്സ് എല്ലാത്തിനും 300 കേട്ടോ. അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. എമൗണ്ട്
കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഞാൻ പതിയെ പറയുന്നുണ്ട് എന്തൊക്കെയാ വാങ്ങിച്ചെന്നുള്ളത്. തിരക്ക് കുറവാട്ടോ, ശനി ഞായറോടെ തിരക്ക് കൂടുതൽ. എനിക്കൊരു ചെരുപ്പ് വേണം. എൻ്റെ ചെരുപ്പിന് പോലെ നോക്കിയാ അത് വരുമ്പോൾ എനിക്കായിരുന്നു താഴെ നിറഞ്ഞു. ഷനിയുടെ ചപ്പൽ വേണമായിരുന്നു. വരുമ്പോൾ എത്ര വെളിച്ചുണ്ടായിരുന്നപ്പോൾ നോക്കി എന്തോരം ഇരുട്ടായി. ഷൈനിയുടെ ചപ്പൽ അങ്ങനെ ഞാനൊരു ഷൂഡ് വാങ്ങിച്ചു. 40 എന്ന് പറഞ്ഞു സംസാരിച്ച് 470 വരാക്കി. സ്വന്തമായി ഇപ്പോൾ സമയം 7:42. Train coming. നല്ല വിശപ്പ്. അപ്പോൾ ഇവിടുന്ന് ഫാസ്റ്റ് ഫുഡ് വാങ്ങുന്നുണ്ട്. ഒരു ചിക്കൻ നൂഡിൽസ് 100 rupees. എന്നെ കണ്ടിട്ട് ചിക്കൻ നൂഡിൽസ് 100 rupees. ഇവിടെ ബസ്സെല്ലാം 180 ലൈക്ക് അത്. അപ്പോൾ രാവിലെ ഒരു പൊങ്കൽ കഴിച്ചതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഭയങ്കര വിശന്നിട്ട് വയറ് വേദനിക്കണം. എനിക്ക് ഇവിടുന്ന് കുറച്ച് ചായപ്പൊടിയും പിന്നെ ഒരു നാരങ്ങയും വാങ്ങിക്കാൻ നിന്നില്ല. നേരെ വീട്ടിലേക്ക് നടന്നു. കാരണം ഞാൻ ഭയങ്കര ടയേർഡാണ്. കൈ വരെ കനക്കുന്നുണ്ട്. കൂടുതൽ നിറയെ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. ഡ്രസ്സ് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്താ അതിനെന്തെങ്കിലും കുറച്ച് പണിയുണ്ട്. നാളെ മോർണിംഗ് ഷിഫ്റ്റാണ്. വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. നന്നായി കിടന്നുറങ്ങണം. നാളെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നാളെ നൈറ്റ് ഞാൻ ഹെന്ന പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കും. എനിക്ക് അറിയത്തില്ല ശരിയായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും. പ്ലാനുണ്ട്. ചെറുതായിട്ട് ഞാൻ പിന്നെ ഹെന്ന കോൺസ് ഒക്കെ ചെയ്ത് കൊടുക്കുക, ഹെന്ന പാക്കൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ അങ്ങനെ. സോ ഇപ്പം ഞാൻ വീടെത്താം. കുറച്ച് നടക്കാനുണ്ട്. ടയേർഡ്, വെരി ടയേർഡ്. പിന്നെ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവരും മറക്കരുത്. കഷ്ടപ്പെട്ട് ഓടി വന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഷേഡ് എങ്ങനെ ഷിഫ്റ്റിന് പോകുന്നത് ഗൈസ്? അവര് വഴി അടച്ചു ഗൈസ്. ഇതിൽ പോകണമെങ്കിൽ അങ്ങനെ ചുറ്റി ഒറ്റത്ത് കൂടെ ചുറ്റി പോകണം. എനിക്ക് അറിഞ്ഞൂടെ നാളെ മോർണിംഗ് ഞാൻ എന്ത് ചെയ്തി കൂടെ തലകുത്തി മറിഞ്ഞു പോകും. എനിക്ക് കുറച്ച് സ്ഥലം മതി, ഞാൻ ഉള്ളത് കൂടെ പോയിക്കോളും. ഞാൻ ഈ ഷൂ വാങ്ങിച്ചു. പിന്നെ മഴക്കാലമൊക്കെ വരണത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നടക്കാൻ.
സോ ഞാൻ ബാർഗെയിൻ ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. ഒരു 470 രൂപ. ഓക്കെ, കൊള്ളാം. അങ്ങനെ പിന്നെ വാങ്ങിച്ചത് ഞാൻ കുറച്ച് ബുക്സും പിന്നെ ഞാൻ ഹെന്ന ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതിനെന്താ പറയുക, സെലോഫൻ ഷീറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മെഹന്തി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓർഗാനിക് ഹെന്ന നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾ ഓർഡർ വല്ലതുണ്ടെങ്കിൽ എനിക്ക് പറയണേ ഗായ്സ്. ഞാൻ കുളിച്ച് ഫുഡ് കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഉറങ്ങാൻ പോവാണ്. ഞാൻ ഉറങ്ങും. എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്. സോ ഞാനിപ്പോൾ ഉറങ്ങും ഗൈസ്. ഉറങ്ങാൻ പോണതിന് മുമ്പ് കുറച്ച് ഫേസ് കെയർ ഉണ്ട്, എന്താ പറയുക, സ്കിൻ കെയർ ഉണ്ട് ചെയ്യും. ഞാൻ എവിടെയും ചെയ്യത്തില്ല, ഞാനത് ഫേസ് മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ. കൈയൊക്കെ ഫുൾ ടാൻ അടിച്ച് ഒരുമാതിരി ആയിട്ടുണ്ട്. സോ ഇപ്പോഴത്തേക്ക് ഇതാണ് ചെയ്യുന്നത്. ടാൻ റിമൂവ് ചെയ്യണം. ടാൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കണം. സോ സമയം കിട്ടിയില്ല. എനിക്ക് ഒരു വീക്ക് ഓഫ് ഉള്ളു. അത് ഏതിൽ കൂടെ എങ്ങനെ പോകണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതാണ് എൻ്റെ അവസ്ഥ. ഓക്കെ, ഇനി കുറച്ച് സമയം കിട്ടുമെന്ന് വിചാരിക്കണം. ഇനി കുറച്ച് സമയങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഉള്ള ഷിഫ്റ്റ് വലിയ കുഴപ്പമില്ല. സോ മോർണിംഗ് ഷിഫ്റ്റാണ്. സംടൈംസ് ഭയങ്കര ടയേർഡായിരിക്കുന്നേ. അപ്പോൾ വന്നത് അങ്ങോട്ട് ഉറങ്ങിപ്പോവും. ഇനി അങ്ങോട്ട് ശ്രമിക്കണം, ഡെയിലി വീഡിയോസ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. പിന്നെന്താ, ഇത്രയും ദിവസം ഞാൻ പിറകോട്ടൊക്കെ മുടി കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സ്കിൻ അലർജിയൊക്കെ വന്ന് തുടങ്ങി. ഈ ഹെയർ വളർന്നുകൊണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്, എനിക്ക് മുടി വളർന്നു. ഞാൻ വെട്ടി ഈ മാസം മാത്രമേ വെട്ടാത്തുള്ളൂ. ലാസ്റ്റ് മന്ത് ഞാൻ വെട്ടിയതായിരുന്നു ഹെയർ. പക്ഷേ ഈ മാസം വളർന്നു. എന്തോ ഈശ്വരൻ അനുഗ്രഹിച്ച് എനിക്കെന്തോ നല്ല പോലെ ഹെയർ വളരുന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ ഹെയർ ട്രീറ്റ് ചെയ്യാറുണ്ട്. നല്ലോണം അല്ല, ഇങ്ങനെ എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെന്താ, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. എനിക്ക് നമ്മൾ നല്ല സപ്പോർട്ട് തന്നു പറഞ്ഞാൽ പിന്നെ എനിക്ക് അയ്യോ കാണാനൊക്കെയുണ്ടല്ലോ, നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ഇത് വരുന്നേ. ആക്ച്വലി ഞാൻ അങ്ങനെയൊക്കെ തന്നെ. ഞാൻ മടിച്ചാന്നേ, അത് മാറ്റണം. ഈ മടിയും മണ്ണാങ്കട്ടയൊക്കെ മാറ്റണം. എന്നെ കൊതുക് കടിക്കണം, വല്ലാണ്ട് കൊതുക് കടിക്കുന്നുണ്ട്. ഫാൻ ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് കൊതുക് കടിക്കുന്നത്. അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റാണ് ഗൈസ്. ഞാൻ പോട്ടെ. ഇനി മുതൽ കുറേ സമയം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ പുതുതായിട്ട് ഹെന്ന അങ്ങനെ ചെറിയൊരു ബിസിനസ് പോലെ ചെറുതായി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കറിയണവർക്ക് അല്ലെങ്കിൽ വേണ്ടവർക്ക് അങ്ങനെ കുറച്ച് ഹെന്ന ചെയ്ത് കൊടുക്കുക, ഹെയർ പാക്ക് ചെയ്ത് കൊടുക്കുക, അങ്ങനെ. സോ ഞാൻ ചെയ്യുമ്പോൾ എനിക്കത് യൂസ്ഫുള്ളാണ്, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ ചെയ്തിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വളർത്താത്തതെന്ന് വെച്ചാൽ എനിക്ക് അൺകംഫർട്ടബിൾ ആണ് വളർത്തുമ്പോൾ. എനിക്ക് സമയമില്ല. എനിക്ക് മുടിയുടെ പിറകിൽ വേസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല. അതിന് വേണ്ടിയിട്ട് കളയാൻ എനിക്ക് സമയമില്ല ഗൈസ്. സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം എനിക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ എക്സ്ട്രാ ഒരു എഫേർട്ട് കൊടുത്ത് ടൈം കളയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. അതർവൈസ് നത്തിങ്, ഒന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് മുടിയുടെ അടുത്തൊരു ഫീലിങ്സ് എന്ന് പറയാൻ ഉണ്ട് എന്ന് വെച്ചിട്ട് ഫുൾ മൊട്ടയാക്കണമെന്നല്ല. ഇതിലെനിക്ക് നല്ലോണം എത്രയ്ക്ക് വേണം, മുട്ടിൻ്റെ അത്ര വേണം, അങ്ങനെയൊക്കെ. എനിക്ക് കൂന്തൽ നിലത്തിട്ട് എഴയണം, അങ്ങനെയൊന്നും എനിക്കില്ല. ഇങ്ങനെയൊക്കെ അവിടെ നിന്നാൽ മതി. ഡിസ്കംഫർട്ട് ആകുമ്പോൾ ഒന്ന് ഹെയർ ബാൻഡ് എടുത്ത് ഇങ്ങനെ വെക്കുക, അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എന്താണ്, അങ്ങനെ ഞാൻ ഉറങ്ങാൻ പോവാണ്. നൈറ്റ് ക്രീം എടുത്ത് അപ്ലൈ ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. പിന്നെ രാവിലെ എൻ്റെ സെയിം റൊട്ടീൻ. ഓക്കെ ഗൈസ്, ബൈ, സി യു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് എപ്പോഴും എന്താണെന്നറിയില്ല, ഞാൻ എന്തെങ്കിലും പറയും, എന്തെങ്കിലും പറയും, വേറെ എന്തെങ്കിലും അവസാനിപ്പിക്കും. അത് അങ്ങനെ പോയി ഗൈസ്. ചുട്ടയിലെ ശീലം ചുടയിലെ വരെ എന്ന് പറയില്ല, അതുപോലെ അറിയത്തില്ല, അങ്ങനെ ആയിപ്പോയി. ഇപ്പം ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് എടുത്ത് പറഞ്ഞാൽ അടി നീ ചെയ്തത് തെറ്റുണ്ട് കേട്ടോ, ഇതിങ്ങനെ അല്ലാട്ടെന്ന് പറഞ്ഞാൽ അപ്പോഴേ അയ്യോ ഞാൻ പറഞ്ഞ തെറ്റായിരുന്നോ, ഇങ്ങനെ സോറി കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ആ ബുദ്ധി ഉണ്ടാവത്തില്ല, പോസ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഉണ്ടാവത്തില്ല. ആരെങ്കിലും അത് കണ്ടിട്ട് എന്നോട് പറയുമ്പോഴായിരിക്കും അയ്യോ അങ്ങനെ. പിന്നെ ഞാൻ വെച്ച് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയാണല്ലോ, എൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾ ശീലമായിക്കോളൂ. ഇവളെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം അങ്ങനെ. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്, സീ യു അഗൈൻ.
മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് വ്ളോഗ് ഇടാൻ പറ്റിയില്ലെങ്കിലും, ഒരു വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും ഒരു റീൽസ് ഇടാൻ ശ്രമിക്കണം. എന്നെ കൊതുകടിക്കുന്നു ഗൈസ്. ശരി, ഞാൻ വേഗം വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു.